മനപ്പൂർവ്വം എന്തിനാ സീരിയസ് കാണിച്ചേ സിനിമ കണ്ടിട്ടല്ലേ ഓൾറെഡി പറഞ്ഞ ഒരു ചെറിയ ലാഗ് പോലെ നമുക്ക് തോന്നുമെങ്കിലും അവര് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര രസം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നമ്മളെ ഫീൽ ഗുഡ് മൂവിയാണ്. ടു ബി ഫ്രാങ്ക് ഫീൽ ഗുഡ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതുപോലെയൊക്കെ ഇത്തിരി ലാഗ് ആണെങ്കിലും കുഴപ്പമില്ല, കാണാൻ കുഴപ്പമില്ല. ഇവരുടെ ഒരു കോംബോ എങ്ങനെയുണ്ട്? എങ്ങനെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചോ അതോ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ചിരിക്കാറുണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് മാറും. അതേപോലെ മാറും. ഡിസ്റ്റൊക്കെ കണ്ടു കിളി പറക്കും. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. മനപ്പൂർവ്വം എന്തിനാ സീരിയസ് കാണിച്ചേ സിനിമ കണ്ടിട്ടല്ലേ അങ്കിള് പൊളിയുടെ ഇതാക്കിയിട്ടുണ്ട്, ഡയറക്റ്റിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പറഞ്ഞതിന് മുമ്പേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് സെക്കൻഡ് ഹാഫ് ഫുള്ള് സെക്കൻഡ് ഹാഫ് രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഫുൾ ട്വിസ്റ്റ് ആണ്. പിന്നെ അവരുടെ കോംബോ ഒരു രക്ഷയില്ല. നല്ല സിനിമയാണ്, കാണാൻ നല്ല രസമാണ്, കണ്ടിരിക്കാം. ഫുള്ള് ട്വിസ്റ്റാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടോണ്ടിരിക്കാം. നല്ല രസം, സൂപ്പറായിരുന്നു. രണ്ടുപേരുടെ കോംബോ അടിപൊളിയായിരുന്നു. നല്ല സിനിമ. ഫസ്റ്റ് ഹാഫ് ഓൾറെഡി പറഞ്ഞ ഒരു ചെറിയ ലാഗ് പോലെ നമുക്ക് തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫ് ത്രില്ലിങ് ആ ഒരു പാത്തയിലേക്ക് പോവാണ്. വടിവേലു ഓഫ് കോഴ്സ് എല്ലാ പടത്തിലും പോലെയാണ് അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യും. സെയിം എല്ലാവരും പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യും. ഫസ്റ്റ് ഹാഫ് വലിയ ബോറില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇത്തിരി ലാഗ് ആണെങ്കിലും കുഴപ്പമില്ല, കാണാൻ കുഴപ്പമില്ല. പഫ സെറ്റ് ലാസ്റ്റ് വെച്ച് എല്ലാം പറയാനുള്ള സ്പോയിലർ എന്ന് പറയും. ക്ലൈമാക്സ് പൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് പടത്തിന്റെ ജേണർ അല്ലെങ്കിൽ അതിന്റെ രീതി അങ്ങ് മാറുകയാണ്. ഫുൾ ട്വിസ്റ്റ് ഉണ്ട്. അവരുടെ ആ ഒരു കോംബോ ആക്ച്വലി വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ കോംബോ. അപ്പോൾ ആ പടം നമ്മളെ ഫീൽ ഗുഡ് മൂവിയാണ്. ടു ബി ഫ്രാങ്ക് ഫീൽ ഗുഡ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതുപോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ആ പടം അങ്ങ് മാറും. അതിൻ്റെ ഒരു രീതിയായാലും നമ്മൾ ഇതുവരെ ഇപ്പം അടുത്തായി കാണുന്ന പടങ്ങളൊരു രീതിയല്ല അതിന്. എല്ലാവരുമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലിയാണ്. നല്ലൊരു മോറൽ വരുന്നൊരു പടമാണ്. അഭിനയമൊക്കെ ഫാസിലൊക്കെ വളരെ നന്നായിട്ട് എക്സിക്യൂട്ട്. ആ ഒരു ചെറിയ റോള് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആക്ച്വലി ചെറിയൊരു ക്യാരക്ടർ, സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടർ അദ്ദേഹം വളരെ വടിവേലു സാറ് പറയണം, വളരെ പ്രത്യേകിച്ച് നമ്മൾ ആ ആക്ച്വലി ഡിസീസ് അൾസൈമേഴ്സ് ഉള്ളതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അൾസൈമേഴ്സിനൊക്കെ അവർ വളരെ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ പടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പ്രെഡിക്റ്റബിൾ സ്റ്റോറി ലൈനിലാണ് പടം മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും ഒരു അവരുടെ രണ്ടുപേരുടെ ഡ്യുവൽ പെർഫോമൻസ് വടിവേൽ സാറിൻ്റെ ആണെങ്കിലും ഫഹദ് ഫാസിലിൻ്റെ ആണെങ്കിലും നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അവർ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര രസം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതിൽ ആ ഒരു രണ്ടൊരു കോംബോ എടുത്ത് പറയാൻ വേണ്ടിയുള്ളത് തന്നെയാണോ അത്രയ്ക്ക്? അത് തന്നെ അവരുടെ മറ്റേ മാമനിൽ വന്നപ്പോൾ നെഗറ്റീവ് ഷെയ്ഡ് ഭാഗത്തും മറ്റൊരു വടിവേലു സാർ ഇതായിരുന്നു, പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഇതിൽ വന്നപ്പോൾ രണ്ടുപേരും കൂടെ ഒത്തൊരുമയായിട്ട് വരുമ്പോൾ ഫഹദിനെ എല്ലാവരും കോംബോ ആയിട്ട് നല്ലതായിട്ട് വർക്കൗട്ട് ആവും. പിന്നെ ചില കോമിക് സീൻസൊക്കെ നമ്മളെ തൊണ്ടി മുതൽ ദൃക്സാക്ഷിയിൽ ആ ഒരു കള്ളൻ്റെ ഒരു ഇതൊക്കെ ആ ഒരു സമീപം ഇതൊക്കെ ഇതിലുണ്ടായിരുന്നു പടത്തിൻ്റെ അകത്ത്. ടോട്ടലി എന്താ ഒരു വാച്ചബിൾ സാധനമായിട്ടാണ്. പുള്ളിക്കാരൻ ഡബിങ് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം തമിഴ് പുള്ളിക്കാരൻ മലയാളികൾ പോയി ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ചെറിയ വ്യത്യാസം വരാറുണ്ട്. അല്ല, നമ്മളിപ്പോൾ വേട്ടൈൻ സിനിമ ഉണ്ടല്ലോ, അതിൽ പുള്ളിക്കാരൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതല്ല ഫ്ലൂവൻ്റ് ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ നോർമലായിട്ട് ആ പറ അതിലങ്ങ് പോകും. പിന്നെ വടിവേലു സാറിൻ്റെ പെർഫോമൻസ് ആണ് എടുത്ത് പറയേണ്ടത്. കാരണം പുള്ളിക്കാരൻ ഭയങ്കര കോമഡിയൊക്കെ കാണിച്ച് പുള്ളിക്കാരൻ ഈ ഒരു ക്യാരക്ടർ പറ്റൂല എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് മാറ്റങ്ങൾ വന്ന ആ ഇമോഷണൽ സീക്വലൊക്കെ നമുക്ക് തന്നെ ഫീൽ തോന്നിപ്പിക്കുന്ന രീതിക്ക് പുള്ളിക്കാരൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു നല്ലൊരു പടം തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ സ്ലോ പേസ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം എന്റർടൈനിങ് ആയിരുന്നു. ഭയങ്കര ഇമോഷണലാണ്. ഫഹദും വടിവേലായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയുണ്ട്? കോംബോ നന്നായിട്ടുണ്ട്. ഇവരുടെ ഒരു കെമിസ്ട്രി ഒക്കെ ഭയങ്കരമായിട്ട് നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫുള്ള് തമിഴ്നാട് ആ ഏരിയയിലുള്ള ഒരു സ്റ്റോറിയുണ്ട്. വടിവേൽ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് ഇതിൽ ഫഹദുമായിട്ടൊരു പടം വരുന്നുണ്ട്. ഭയങ്കര നല്ല ഇമോഷൻ അങ്ങനെയുള്ള പടമാണ്. കോമഡി ചെയ്തില്ല, ഇമോഷൻ ബേസ് ചെയ്തില്ല. രണ്ടുപേരും നന്നായിട്ട് ചെയ്യുന്നു. ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും സിനിമോട്ടോഗ്രാഫിയൊക്കെ ടെക്നിക്കൽ സൈഡൊക്കെ ഇല്ല, അത് ഞമ്മളില്ല. കൂടുതലും മറ്റേ ഒരു ഉള്ളിൽ റൂറൽ തമിഴ്നാട് ആ ഏരിയയിലുള്ള ഇതാണ്. നന്നായിട്ട് വർക്കൗട്ട് ഉണ്ട്. എല്ലാവർക്കും ഫാമിലിക്കും ഫാമിലിക്ക് നല്ല കഥ ഇതൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഇതൊക്കെ ഉള്ളത്.